അത് മോഹൻലാലിന്റെ കയ്യക്ഷരം, ചുരുട്ടിപ്പിടിച്ച മുഷ്ടി, വിസ്മയയുടെ ഇടി തുടക്കം, പോസ്റ്റർ ഡീകോഡിംഗ്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം വന്നതു മുതൽ ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. തികച്ചും അപ്രതീക്ഷിതമായാണ് അച്ഛനും ചേട്ടനും പിന്നാലെ വിസ്മയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നത്. താരരാജാവിന്റെ മകളുടെ അരങ്ങേറ്റം ആഘോഷമാക്കുകയാണ് ആരാധകർ. വിസ്മയയുടെ അരങ്ങേറ്റ ചിത്രമായ സംവിധാനം ചെയ്യുന്നത് സംവിധായകൻ ജൂഡ് ആന്റണിയാണ്. തുടരും എന്ന ബ്ലോക്ക് ബസ്റ്ററുമായി സൂപ്പർ താരം മോഹൻലാൽ മലയാള സിനിമയിൽ അനിഷേധ്യനായി തുടരുമ്പോൾ മകൾ വിസ്മയ സിനിമയുടെ വിശാലമായ ലോകത്തേക്ക് തുടക്കം കുറിക്കുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റിന് പ്രത്യേകതകൾ ഏറെയാണ്. നീലാകാശത്തിനു കീഴിൽ ഒരു കുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീടാണ് പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നത്. ആശീർവാദ് സിനിമാസിന്റെ പേരിന് താഴെ ആന്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റ്സ് വിസ്മയ മോഹൻലാൽസ് തുടക്കം എന്നാണ് എഴുതിയിരിക്കുന്നത്. പോസ്റ്ററിൽ വിസ്മയ മോഹൻലാൽസ് എന്ന് എഴുതിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ കയ്യക്ഷരത്തിലാണ്. പല ഓപ്ഷനുകളിൽ നിന്ന് മോഹൻലാൽ മകളുടെ പേര് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നതാണ് ജൂഡ് ആന്റണി തിരഞ്ഞെടുത്തത്. തുടക്കം എന്ന ടൈറ്റിൽ എഴുതിയിരിക്കുന്നതിനും പ്രത്യേകതകൾ ഏറെയുണ്ട്. തുടക്കത്തിന്റെ ഡ എന്ന അക്ഷരത്തിൽ ഒരു പെൺകുട്ടിയുടെ നീട്ടിപ്പിടിച്ച കൈപ്പത്തിയാണ് കാണാനാകുന്നത്. ഇതിൽ ഏതെങ്കിലും ആയോധന കലയുമായി ബന്ധമുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. നോ എന്ന് പറയുന്ന രീതിയിൽ വേണമെങ്കിലും നിവർത്തിപ്പിടിച്ച കൈയിനെ വ്യാഖ്യാനിക്കാം. തുടക്കം എന്ന് എഴുതുമ്പോഴുള്ള അനുസ്വാരത്തിൽ ഇടിക്കുന്ന രീതിയിൽ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയാണ് കാണുന്നത്. നല്ല കിടിലൻ ഇടി ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ സൂചനയായാണ് ആരാധകർ ഈ എഴുത്തിനെ സ്വീകരിക്കുന്നത്. മോഹൻലാലിന്റെ മകൾ വിസ്മയ ഒരു എഴുത്തുകാരിയും ആയോധന കലകളിൽ പരിശീലനം ലഭിച്ച വ്യക്തിയുമാണ്. മിക്സഡ് മാർഷൽ ആർട്സ്, കിക്ക് ബോക്സിംഗ്, കരാട്ടെ, തായ് ആയോധന കലയായ മുവായ് തായ് തുടങ്ങി നിരവധി മാർഷൽ ആർട്ടുകൾ വിസ്മയ സ്വായത്തമാക്കിയിട്ടുണ്ട്. മലയാളത്തിൽ ഇത്രത്തോളം ആയോധന കലകൾ പരിശീലിച്ച മറ്റൊരു നടി ഇല്ലെന്ന് തന്നെ പറയാം. മോഹൻലാലിന്റെ മക്കളായ പ്രണവിനും വിസ്മയയ്ക്കും അച്ഛന്റെ ഫ്ലെക്സിബിലിറ്റി അതേപടി കിട്ടിയിട്ടുണ്ട്. പ്രണവ് മോഹൻലാൽ ആദി എന്ന ചിത്രത്തിൽ അനായാസമായി പാർക്കൗർ എന്ന കായിക രൂപം ചെയ്തത് മലയാളികളെ ഞെട്ടിച്ചിരുന്നു. ജൂഡ് ആന്റണി അടുത്തതായി ചെയ്യാൻ പോകുന്ന ചിത്രം ഒരു സ്ത്രീ കേന്ദ്രീകൃത ആക്ഷൻ ചിത്രമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെയാണ് ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള വിസ്മയ മോഹൻലാലിനെ തന്റെ നായികയായി ജൂഡ് തിരഞ്ഞെടുത്തതെന്നുമാണ് ടൈറ്റിൽ പോസ്റ്ററിലെ സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്.